അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിനെ ഭയപ്പെടുന്നവനും പ്രമാണങ്ങളിൽ ശ്രദ്ധയുള്ളവനും ഭാഗ്യവാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിനെ ഭയപ്പെടുന്നവനും പ്രമാണങ്ങളിൽ ശ്രദ്ധയുള്ളവനും ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമി പ്രബലനാകും. നീതിനിഷ്ഠരുടെ തലമുറയിൽ അനുഗ്രഹീതരും. ഭവനത്തിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. അവന്റെ നീതി എന്നും നിലനിൽക്കും. നേരുള്ളവർക്ക് ഇരുളിൽ പ്രകാശം ഉദിച്ചു. നീതിനിഷ്ഠരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. അനുകമ്പ തോന്നി വായ്പ നൽകുന്നവരും ആലോചനാപൂർവ്വം ന്യായവാദം നടത്തുന്നവരും നല്ലവനാകുന്നു. അവനൊരു നാളും വിളകുകയില്ല. നീതിമാന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. അപകീർത്തി അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലമാണ്. അത് ദൈവത്തിന് ആശ്രയിക്കുന്നു. ശത്രുക്കളെ കാണുമ്പോഴും അവൻ ദൃഢചിത്തനാണ്. അവൻ ഭയപ്പെടുന്നില്ല. അവൻ നിർദ്ധനർക്ക് ഉദാരമായി കൊടുക്കുന്നു. അവന്റെ നീതി നിത്യം നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് മഹത്വപൂർവ്വം ഉയർത്തപ്പെടും. ദുഷ്കർമ്മികൾ അത് കണ്ട് കോപിക്കും. അവർ പല്ലുറുമുകയും ശോഭിക്കുകയും ചെയ്യും. ദുഷ്ടരുടെ മോഹം നിഷ്ഫലമാകും. കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവേ. തിരുനാമം പ്രകീർത്തിക്കുവേ. കർത്താവിന്റെ നാമം അനാദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. സൂര്യോദയം മുതൽ അസ്തമയം വരെ അവിടുത്തെ നാമം പുകഴ്ത്തപ്പെടട്ടെ. കർത്താവ് സർവ്വജനങ്ങളിലും ഉന്നതനാകുന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്ക് അതീതമാകുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായ ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിലിരുന്ന് ആകാശവും ഭൂമിയും ആഴവും കാണുന്നു. ജനപ്രമാണികളോടൊപ്പം ഇരുത്താൻ നിർദ്ധനെ എളിയ സ്ഥിതിയിൽ നിന്ന് ഉയർത്തുന്നു. വന്ധ്യയ്ക്ക് സന്താന ഭാഗ്യം നൽകുകയും സന്തുഷ്ടയാക്കി വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നിറങ്ങി
യാക്കോബിന്റെ മക്കൾ അന്യദേശത്തു നിന്ന് പുറപ്പെട്ടു. അങ്ങയുടെ ജ്ഞാനത്തിന്റെ ചെയ്തികളിൽ ഞാൻ അത്ഭുതപ്പെടുന്നു, തിരുനാമം പുകഴ്ത്തുന്നു. അപ്പോൾ യൂദ അവിടുത്തെ വിശുദ്ധ സ്ഥലവും ഇസ്രായേൽ അവിടുത്തെ മഹത്വമായി തീർന്നു. അത് കണ്ട് കടലോടിയകന്ന് യോർദാൻ നദി പിന്തിരിഞ്ഞു. മലകൾ കലമാനുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളിച്ചാടി. സമുദ്രമേ നീ എന്തിന് ഓടിയകന്ന്, യോർദാനെ നീ എന്തിന് പിന്തിരിഞ്ഞു? മലകളെ നിങ്ങൾ കലമാനുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും എന്തിന് തുള്ളിച്ചാടി? കർത്താവിന്റെ തിരുസവിധത്തെ യാക്കോബിന്റെ ദൈവസന്നിധിയെ ഭൂതലം നിലകൊള്ളട്ടെ. അവിടുന്ന് പാറയെ ജലാശയമാക്കി, കരിങ്കല്ലിനെ നീരുറവയാക്കി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ കൃപയും സത്യവും മൂലം തിരുനാമത്തിന് മഹത്വം നൽകണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ്, ഇഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, അവ മനുഷ്യനിർമ്മിതങ്ങളുമാണ്. വായുണ്ടെങ്കിലും അവ മിണ്ടുന്നില്ല, കണ്ണുകളുണ്ടെങ്കിലും കാണുന്നില്ല, കാതുകളുണ്ടെങ്കിലും അവ കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും ഗന്ധം അറിയുന്നില്ല, കരം കൊണ്ട് അവ സ്പർശിക്കുന്നില്ല, കാലുകൊണ്ട് നടക്കുന്നില്ല, അധരം കൊണ്ട് സംസാരിക്കുന്നില്ല. അവ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരും അവയ്ക്ക് തുല്യരാണ്. ഇസ്രായേൽ ഭവനം കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവിടുന്നാണ് അവരുടെ സഹായകനും സംരക്ഷകനും. അഹ്റോൻ വംശം കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവിടുന്നാണ് അവരുടെ സഹായകനും സംരക്ഷകനും. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുന്ന് ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവിടുന്നാണ് അവരുടെ സഹായകനും സംരക്ഷകനും. കർത്താവിനെ നമ്മെ സ്മരിക്കുന്നു, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇസ്രായേൽ ഭവനത്തെ അനുഗ്രഹിക്കുക, അഹ്റോൻ ഭവനത്തെ ആശീർവദിക്കുക. തന്റെ ഭക്തരെ അവിടുന്ന് അനുഗ്രഹിക്കുക, ചെറിയവരെ വലിയവരെയും അനുഗ്രഹിക്കുക. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശമണ്ഡലം കർത്താവിൻ്റെതാകുന്നു, ഭൂമി അവിടുന്ന് മനുഷ്യർക്കായി നൽകി. മൃതരുടെ നിവാസികള് കർത്താവിനെ സ്തുതിക്കുന്നില്ല. ഞങ്ങളാകട്ടെ എന്നും എന്നേക്കും കർത്താവിനെ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാകുന്നു. മിശിഹാനാഥ നിന്ദനഹായ സൃഷ്ടിക്കഖിലം ആനന്ദത്തികവേഗീ നീ. തെറ്റിൽ വീണവരായ ജനത്തിൻ ബലികൾക്കഖിലം അറുതി വരുത്തി മഹിയിൽ നീ. ഇരുളിൻ മറവിൽ പാർത്തവരെല്ലാം സത്യവെളിച്ചം ദർശിച്ചു. യോഹന്നാനിൽ നിന്നും നീ മാമോദീസ കൈക്കൊണ്ടു. നിന്നുടെ മാമോദീസായാൽ ഉറവുകളെല്ലാം പാവനമായി. മാമോദീസ വഴിയായി നീ സഭയിൽ പാകിയ വിശ്വാസം വളരാൻ കനിയണമേ. വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കാലത്തികവിൽ നരരക്ഷയ്ക്കായി താതൻ നിന്നെ ഭൂവിൽ സദയമയച്ചല്ലോ. പാപകടത്തിൻ പിടിയിൽ കഴിയും നരവംശത്തിന് മോചനമറിവോടെ കീഴാൻ. നീയോ സ്വയമേ നിയമം കാത്തു
ദാസര സമരായി തീർന്നല്ലോ. മാനവ പാപകടം തീർക്കാൻ സ്വയമേ ബലിയായി തീർന്നു നീ. മാമോദീസ വഴിയേകി മരണോത്ഥാന പ്രതിരൂപം നവമാം നിയമം വഴി നരരെ രക്ഷിച്ചിടും മിശിഹായെ നിന്നെ വാഴ്ത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മർത്യകുലത്തിനു മോചനമേകാൻ ദാസനു തുല്യം താഴ്ന്നവനീശോ മിശിഹായേ. നിന്നാഗമനം ഘോഷിച്ചിടാൻ മുന്നേ നിന്നുടെ ദൂതനെ മണ്ണിലയച്ചു നീ. യോർദാൻ കരയിൽ യോഹന്നാന് ഉദ്ഘോഷിച്ചു സാനന്ദം. എന്നിലുമധികം ശക്തനൊരാൾ മമ പിൻപേ വന്നണയുന്നു. അവനണിയുന്ന ചെരുപ്പിൻവാർ നീക്കാൻ പോലും അനർഹൻ ഞാൻ. നിങ്ങൾക്കായവനേകിടും മാമോദീസ റൂഹായാൽ അഗ്നിജ്വാലകളാൽ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായെ നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. തിരുനാമം വാഴ്ത്തി പാടുവിൻ. അവിടുത്തെ രക്ഷ പ്രതിദിനം പ്രഘോഷിക്കുവിൻ. കർത്താവിന്റെ മഹത്വം ജനതകളുടെ ഇടയിൽ വർണ്ണിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാകുന്നു. അവിടുന്ന് ആകാശത്തിന്റെ സൃഷ്ടാവാകുന്നു.
മഹത്വവും തേജസ്സും തിരുസന്നിധിയിലാകുന്നു. ശക്തിയും സ്തുതിയും വിശുദ്ധ മന്ദിരത്തില്. കാഴ്ചകളുമായി അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, തിരുമുറ്റത്ത് അവിടുത്തെ ആരാധിക്കുവിൻ. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂതലം ആനന്ദിക്കട്ടെ, സമുദ്രം അതിന്റെ നിറവിൽ ഉല്ലസിക്കട്ടെ, വയലും അതിലുള്ളവയും പുഷ്ടിപ്പെടട്ടെ. ലോകത്തെ വിധിക്കാൻ വരുന്ന കർത്താവിന്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ സ്തുതി പാടട്ടെ. അവിടുന്ന് ലോകത്തെ നീതിയോടെയും ജനതകളെ വിശ്വസ്തയോടെയും വിധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനിൽ സദയം മാമോദീസായ്ക്കായി ശിരസു നമിച്ചവനേ, സ്തുത്യൻ നീ എന്നും. മാമോദീസായാൽ ഉന്നത സ്വർഗത്തിൻ വാതിൽ തുറന്നവനേ, സ്തുത്യൻ നീ എന്നും. ആദിമ പാപത്താൽ പങ്കിലമായോരാ മാനവരൂപം നീ നിർമ്മലമാക്കുന്നു. മാമോദീസായാൽ പാവന ശരീരത്തിൻ മൂശയിലിട്ടതിനെ നൂതനമാക്കുന്നു. പാവന റൂഹായാം കനകത്താലവനെ പുതിയുന്നതമാം ശോഭ വരുത്തുന്നു. മാനവ പാപത്താൽ ദുഃഖിത മാനസരാ വാനവ വൃന്ദത്തിൽ മോദമുണർത്തുന്നു. ദൈവിക സ്നേഹത്താൽ മാനവരൂപത്തെ നിർമ്മലമാക്കിയവൻ നിത്യം പരിശുദ്ധൻ. താതനമാൻവചനം പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ, ഇപ്പോഴും എന്നേക്കും. പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിർദ്ദേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ ധനഹായാൽ ഞങ്ങളുടെ ആത്മാക്കളിൽ പ്രകാശം ചൊരിയുകയും ഞങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും സ്വാതന്ത്ര്യവും നൽകുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ ധനഹാവേളയിൽ യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിക്കുകയും അതുവഴി ദൈവപുത്രസ്ഥാനവും സ്വർഗീയ അവകാശവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ മാമോദീസായിൽ ഞങ്ങളിലെ പാപക്കറകൾ കഴുകി വെടിപ്പാക്കിയ മിശിഹായെ
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ തന്നെ വിനീതനാക്കിക്കൊണ്ട് ദാസനായ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും സൃഷ്ടികളെ വിശുദ്ധീകരിക്കുകയും പാപികൾക്ക് അനുതാപത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപമോചകമായി നിന്റെ മാമോദീസായാൽ സമുദ്രങ്ങളെയും നദികളെയും മറ്റെല്ലാ ജലസ്രോതസ്സുകളെയും വിശുദ്ധീകരിച്ച മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ വലിയ കൃപയാ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ മാമോദീസായിൽ അജഗണത്തിന്റെ കടങ്ങൾ പൊറുക്കണമേ. നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ഞങ്ങളിൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കരുണയായ കർത്താവേ,